എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണിൽ സഡൻ ആയിട്ട് വരുന്ന ചേഞ്ചസ് എന്താണ്, അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ നിങ്ങളോടുള്ള മെസ്സേജസ്, നിങ്ങളോട് എന്ത് പറയാനാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ മനസ്സ് ഏകാഗ്രമാക്കി വെക്കുക. മനസ്സിലുള്ള ചിന്തകളൊക്കെയും അല്പനേരത്തേക്ക് ഒന്ന് മാറ്റിവെക്കുക. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണെ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് കിട്ടാനായിട്ട് നല്ലതുപോലെ പ്രാർത്ഥിച്ച് റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം. ഇന്ന് ഞാനിവിടെ ഓറക്കിൾ കാർഡ്സ് വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ലുക്ക് ബിയോണ്ട് ഇല്യൂഷൻ എന്നുള്ളൊരു കാർഡാണ്. സെക്കൻഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഹിഡൻ എന്നുള്ളൊരു കാർഡാണ്. തേർഡ് നമുക്ക് സെൽഫ് ലവ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഫോർത്ത് ട്രസ്റ്റ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ദെൻ ഫ്ലേർട്ട് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഡിവൈൻ ടൈമിംഗ് എന്നുള്ളൊരു കാർഡാണ്. ഓക്കെ, സോ ആദ്യം തന്നെ ബിയോണ്ട് ഇല്യൂഷൻ, അതായത് ഒരുപാട് തെറ്റിദ്ധാരണകൾ, ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഈ പേഴ്സണ് നിങ്ങളോട് ഉണ്ടായിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, അതായത് ഒരുപാട് രീതിയിൽ ഈ പേഴ്സൺ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം. ചില ആളുകൾ കാരണമായിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ തന്നെ ഓവർ റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. പെട്ടെന്ന് എടുത്ത് ചാടി നിങ്ങളുടെ അടുത്ത് അത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ ആ ഒരു യഥാർത്ഥത്തിലുള്ള കാരണം പോലും തിരക്കാതെ ഈ പേഴ്സൺ പെട്ടെന്ന് തന്നെ ഓവർ റിയാക്ട് ചെയ്തു. മേ ബി അതുകൊണ്ട് തന്നെ ഒരു സെപ്പറേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ പോലെ ഉണ്ടാകാം. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എനർജി, അതായത് ഒരു ഇല്യൂഷൻ, ഒരു പുകമറ സൃഷ്ടിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഒരു തെറ്റായ ഒരു കാര്യം പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ മേ ബി ഈ പേഴ്സന്റെ ചുറ്റുമുണ്ടാകാം, അല്ലെങ്കിൽ നെഗറ്റീവ് സിറ്റുവേഷൻസ് ഈ പേഴ്സന്റെ ചുറ്റുമുണ്ടാകാം. ടോക്സിക് ആയിട്ടുള്ള ആളുകളുടെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാം. സോ അവരൊക്കെ മേ ബി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കെതിരായിട്ട് പറഞ്ഞു കൊടുക്കുകയോ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെതിരായിട്ട് എന്തെങ്കിലും ചില കാര്യങ്ങൾ പ്രവർത്തിക്കുകയോ പറഞ്ഞു കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. സോ അതിന്റെ ഫലമായിട്ട് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ ആ ഒരു ഇല്യൂഷനിൽ നിന്നും, അല്ലെങ്കിൽ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എനർജിയിൽ നിന്നും, ആ ഒരു തെറ്റിദ്ധാരണയിൽ നിന്നുമൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലീസ് ആകാൻ പോകുന്നു. നിങ്ങളുടെ പേഴ്സണ് ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചുള്ള ആ ഒരു ബോധ്യം ഉണ്ടാകാൻ പോകുന്നു. മേ ബി എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, ഈ പേഴ്സണോട് നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്കിൽ, അതൊക്കെ ഈ പേഴ്സണൊരു ക്ലാരിറ്റി ലഭിക്കാൻ പോകുന്നു. അത് ശരിയല്ലായിരുന്നു, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്നുള്ള ഒരു ബോധ്യം ഈ പേഴ്സൺ ഉണ്ടാകാൻ പോകുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് ഹിഡൻ എന്നുള്ള ഒരു കാർഡാണ്. അതായത് എന്തോ ഒരു കാര്യം മേ ബി ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം. നിങ്ങൾ അറിയാത്തതായിട്ട്, അല്ലെങ്കിൽ നിങ്ങളോട് പറയാത്തതായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ട് എങ്കിൽ, ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി നിങ്ങളോട് പറയാത്തതായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ചില സിറ്റുവേഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം ചിലപ്പോൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുക. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വ്യക്തി നിങ്ങളോട് പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ സാധിക്കും. എന്താണ് ഈ റിലേഷൻഷിപ്പിൽ ഹിഡൻ ആയിട്ട് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഹൈഡിങ് എനർജി ഉണ്ട് എങ്കിൽ അതൊക്കെ റിലീസായിട്ട് നിങ്ങളോട് എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും, എല്ലാ സത്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് റിവീൽ ആകും. ഈ വ്യക്തിയായിട്ട് പറയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ, ഈ റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി, ഒരു ക്ലിയർനെസ് ഇവിടെ കാണാൻ സാധിക്കും. അതായത് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി, അല്ലെങ്കിൽ എന്തെങ്കിലും ചില തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നുണ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ അതെല്ലാം നിങ്ങളോട് റിവീൽ ചെയ്യും. ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, തേർഡ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് സെൽഫ് ലവ് എന്നുള്ളൊരു കാർഡാണ്. അതായത് മേ ബി ഈ വ്യക്തി ഒരുപാട് സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വ്യക്തിയിൽ കുറച്ചൊക്കെ സ്വന്തം കാര്യങ്ങൾക്കും കൂടി പ്രാമുഖ്യം കൊടുക്കണം എന്നുള്ള ഒരു ചിന്താഗതി കൂടുതൽ ഡെവലപ്പ് ആകുന്നുണ്ട്. അതായത് മുൻപ് ഈ വ്യക്തി സെൽഫ് സെന്റേർഡ് ആയിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. സ്വന്തം കാര്യങ്ങൾക്കും സ്വന്തം വാക്കിനും സ്വന്തം പ്രവൃത്തിയെയും ഒക്കെ ഒരുപാട് ന്യായീകരിക്കുന്ന, അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അതിനെ ന്യായീകരിച്ച് പറയുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. നിങ്ങളുടെ വാക്കുകൾക്ക് ഒരുപാട് സീരിയസ്നെസ് കൊടുക്കാതെ, അല്ലെങ്കിൽ അതൊന്നും കേൾക്കാതെ സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം ചിന്തകൾക്കും അനുസരിച്ചിട്ട് മാത്രമാണ് പ്രവർത്തിച്ചതെങ്കിൽ, അത് തെറ്റാണെങ്കിൽ കൂടിയും അങ്ങനെയാണ് ആ ഒരു ഈഗോയിസ്റ്റിക് മെന്റാലിറ്റി സൂക്ഷിച്ചിരുന്നുവെങ്കിൽ ആ ഒരു കാര്യത്തിലൊക്കെ ഒരു മാറ്റം വരുന്നു. ഈ പേഴ്സൺ ആ ഒരു തെറ്റിദ്ധാരണകൾ മാറി ചില ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ റിവീലായിട്ട് ആ ഒരു സെൽഫായിട്ട് മാത്രമല്ല നിങ്ങളെക്കുറിച്ചും, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചുമുള്ള ചിന്തകൾ ഈ വ്യക്തിയിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ
ഇപ്പോൾ ഒട്ടും തന്നെ സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഒരു ഇമ്മച്വർ കൈൻഡ് ഓഫ് എനർജി ഒക്കെ കാണിച്ച് വളരെയധികം മറ്റുള്ളവരുടെ വാക്ക് മാത്രം കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. മറ്റുള്ളവരെ മാത്രം സഹായിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് കാര്യങ്ങളും ചെയ്തു കൊടുത്ത് നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യവും അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കാര്യങ്ങൾ ഒട്ടും തന്നെ ശ്രദ്ധ പുലർത്താത്ത ഒരു പേഴ്സൺ ആയിരുന്നു എങ്കിൽ ആ ഒരു സെൽഫ് ലവ് ഈ വ്യക്തിയിലോട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഒരു ചേഞ്ച്, ഒരു മെന്റാലിറ്റിയിലുള്ള ചേഞ്ച്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തോട്ടാണ് ഈ വ്യക്തിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. നെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ട്രസ്റ്റ് എന്നുള്ളൊരു കാർഡാണ്. മേ ബി എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും വിശ്വാസ യോഗ്യമല്ലാത്ത പ്രവൃത്തികൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വിശ്വാസയോഗ്യമല്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഈ വ്യക്തി പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് അത് തെറ്റിദ്ധരിച്ച് ഈ വ്യക്തി മനസ്സിലാക്കിയതാകാം, അല്ലെങ്കിൽ ചില ആളുകൾ നിങ്ങളുടെ ട്രസ്റ്റ് നഷ്ടപ്പെടുത്താൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിശ്വാസ്യത, റിലേഷൻഷിപ്പിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്താനായിട്ട് ഇടയിൽ കയറി നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ വ്യക്തി മനസ്സിലാക്കാൻ പോകുന്നു. അതിലൊക്കെയുള്ള ഒരു സത്യാവസ്ഥയെ ഈ വ്യക്തിയുടെ മുന്നിലേക്ക് തുറന്നു കാട്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അത് റിവീൽ ആകുന്നു. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഇവിടെ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. സോ അതെല്ലാം ക്ലിയർ ആകാൻ പോകുന്നു, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മൈൻഡിൽ നിന്നും ആ ഒരു ക്ലിയർ തോട്ടിലേക്ക് ഈ വ്യക്തി ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഒക്കെ മാറ്റി, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു റിവിലേഷൻ ഒക്കെ ഈ വ്യക്തിക്ക് മനസ്സിലായിട്ട് ഒരു ഫുള്ളി ക്ലിയർ മൈൻഡ് സെറ്റിലോട്ട് ഈ വ്യക്തി പോകുന്നു. നെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫ്ലേർട്ട് എന്നുള്ള ഒരു കാർഡാണ്. അതായത് ഫ്ലേർട്ട് എന്ന് പറയുമ്പോൾ ഒരു റൊമാൻസിന്റെ ഒരു ബിഗിനിങ് ആണ് കാണിക്കുന്നത്, ഒരു റൊമാൻറ്റിക് എനർജി. നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു പ്രണയം അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു സ്നേഹത്തെ ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുമായിട്ട് വളരെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള തിങ്കിങ്, മെമ്മറീസ് ഒക്കെ ഈ വ്യക്തി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് എത്രയും പെട്ടെന്ന് വന്ന്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, സെപ്പറേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് ആ ഒരു റൊമാൻറ്റിക് എനർജിയെ തിരിച്ചു കൊണ്ടുവരാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ, എന്തെങ്കിലും ഒരു മറ്റൊരു റിലേഷൻഷിപ്പിൽ പോകുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്ലോട്ടിംഗ് എനർജി പോലെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം റിലീസ് ചെയ്യാൻ പോകുന്നു എന്നതിന്റെ ഒരു സൂചന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചേഞ്ചും ഇവിടെ കാണിക്കുന്നുണ്ട്. മേ ബി ഈ വ്യക്തിയെ അങ്ങനെ അകപ്പെടുത്തിയതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചില ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും ചില പ്രവൃത്തികൾ കാരണം ഈ വ്യക്തിയെ ഇപ്പോൾ വശീകരണം എന്നൊക്കെ പറയുന്ന പോലെ ഈ വ്യക്തിയെ അട്രാക്ട് ചെയ്ത് നിർത്തിയിരുന്നു, അല്ലെങ്കിൽ ഒരു ഫ്ലേർട്ടിങ് ഈ വ്യക്തിയോട് കാണിച്ച് ഈ വ്യക്തി അതായിരുന്നു ശരിയായ സ്നേഹം എന്ന് വിശ്വസിച്ച് ഒരു നിമിഷത്തേക്കെങ്കിലും മാറിപ്പോയിരുന്നു എങ്കിൽ അതിൽ നിന്നുമൊക്കെ റിലീസ് ആകുന്നു എന്നതിന്റെ ഒരു സൂചന. അതായത് ഒരു ചേഞ്ച് ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട്. ട്രസ്റ്റ് വേണം ഈ റിലേഷൻഷിപ്പിൽ. ട്രസ്റ്റ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളോട് എത്രമാത്രം ലോയൽ ആകണം, നിങ്ങളോട് എന്തുമാത്രം ഈ വ്യക്തിക്ക് പ്രണയമുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു ഹാപ്പി റിലേഷൻഷിപ്പ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സോ ഡീപ് ലവ്, ഡീപ് റൊമാൻസ് ഒക്കെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ വ്യക്തിയുടെ മെസ്സേജസ്, നിങ്ങളോട് എന്താണ് ഈ വ്യക്തി ഒരു സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്ന മെസ്സേജ്, ഓൾ ഐ റിയലി വാണ്ട് ഇസ് ടു സീ യു അഗെയിൻ. അതായത് മേ ബി നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, ഒരു കോണ്ടാക്റ്റിൽ ഇല്ലാത്ത അവസ്ഥ, അതായത് ഒട്ടും തന്നെ പരസ്പരം കാണാതെയോ അല്ലെങ്കിൽ സംസാരിക്കാതെയോ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പോ അങ്ങനെയൊക്കെയാണ് എങ്കിൽ ഡെഫിനറ്റ്ലി ഈ വ്യക്തി പറയുന്നത് നിങ്ങളെ ഈ വ്യക്തിക്ക് കാണണം, വീണ്ടും ആഗ്രഹമുണ്ട് നിങ്ങളെ കാണാൻ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനൊക്കെ ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഈ വ്യക്തി പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഐ അപ്രീഷിയേറ്റ് ദ ലെസൺസ് യു ടോട്ട് മീ. അതായത് മേ ബി നിങ്ങൾ ഒരുപാട് കാര്യത്തിന് ഈ വ്യക്തിയെ ഗൈഡ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം. ചില സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ചില പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ഈ വ്യക്തി നിങ്ങളോട് വന്ന കാര്യങ്ങളൊക്കെ പറയുക, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകൾ. നിങ്ങൾ ചില ആളുകളെ കുറിച്ച്, ചില സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ ഒരു ആദ്യം മുൻകൂട്ടി തന്നെ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകാം. പക്ഷേ അതൊന്നും കേൾക്കാതെ അല്ലെങ്കിൽ അതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കാതെ ചിലപ്പോൾ ഒരുപാട് സിറ്റുവേഷൻസിൽ ചെന്ന് പെട്ടിട്ടുണ്ടാകാം, നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ഒരുപാട് ലോസ് സംഭവിച്ചിട്ടുണ്ടാകാം. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ പോലും, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ പെട്ടുകിടക്കുന്ന അവസ്ഥയിൽ പോലും, ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നപ്പോഴൊക്കെ നിങ്ങളാണ് ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ ഹെൽപ്പ് ചെയ്ത പോലെ മറ്റാരും ഈ വ്യക്തിയെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. സോ ഈ വ്യക്തി പറയുന്നു, നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഓരോ പാഠങ്ങളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും, ഓരോ സപ്പോർട്ടിങ് കാര്യങ്ങളും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു താങ്ക്ഫുൾ എനർജിയാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്നത്. നെക്സ്റ്റ് കിട്ടിയിരിക്കുന്ന മെസ്സേജ്, യു ആർ ടു ഗുഡ് ഫോർ മീ. അതായത് ഈ വ്യക്തി പറയുന്നു, എനിക്ക് ലഭിക്കാവുന്നതിൽ അല്ലെങ്കിൽ
ഈ വ്യക്തിക്ക് അറിയാം നിങ്ങളാണ് ഈ വ്യക്തിയുടെ പെർഫെക്റ്റ് പാർട്ട്ണർ. നിങ്ങളെ പോലെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ ഈ വ്യക്തിക്ക് ലഭിച്ചതിൽ ഈ വ്യക്തി അതിയായിട്ട് ഇപ്പോൾ ഒരു താങ്ക്ഫുൾ എനർജി കാണിക്കുകയാണ്. അതായത് നിങ്ങൾ ഇവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആയിരുന്നു, പെയർ ആയിരുന്നു, ഒരു പേഴ്സൺ ആയിരുന്നു, ഒരു ഹസ്ബൻഡ് ആയിരുന്നു, അല്ലെങ്കിൽ വൈഫ് ആയിരുന്നു, ലവർ ആയിരുന്നു, ഒരു പാർട്ട്ണർഷിപ്പ് ക്വാളിറ്റി, അതായത് അത്രത്തോളം കോമ്പാറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും യോജിച്ച ഒരു പാർട്ട്ണർ ആയിരുന്നു നിങ്ങൾ എന്ന് ഈ വ്യക്തി വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് ഐ ഹോപ്പ് ഐ ഹാവ് നോട്ട് ലോസ്റ്റ് യു. അതായത് ഈ വ്യക്തിയുടെ പേടിയാണ്, ഭയമാണ് കാണിക്കുന്നത്. ഈ വ്യക്തി പറയുന്നത് എനിക്കിപ്പോഴും വിശ്വാസമുണ്ട് നിന്നെ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ നീ പൂർണ്ണമായിട്ടും എന്നിൽ നിന്നും അകന്നിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് ഈ വ്യക്തി പറയുന്നത്. അതായത് നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോയോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും ഒരുപാട് അകന്നു പോയോ എന്ന് ഭയപ്പെടുന്നുണ്ട്. സോ നിങ്ങൾ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ആ ഒരു കൺസേൺ ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം, അങ്ങനെ ഒരു ചിന്ത, ആശങ്കയാണ് ഈ വ്യക്തി ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സംടൈംസ് ഐ വിഷ് ഐ നെവർ മെറ്റ് യു. അതായത് ഈ വ്യക്തി പറയുന്നത് നിന്നെ ഞാൻ ഒരിക്കലും കാണാതിരുന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മേ ബി നിങ്ങളെ അത്രമാത്രം ഈ വ്യക്തി വിഷമിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ വന്നതോടുകൂടി നിങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഒരുപാട് പ്രോബ്ലംസും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു. സോ വളരെയധികം വിഷമത്തോടെയാണ് ഈ വ്യക്തി പറയുന്നത്. കാരണം ഈ വ്യക്തിക്ക് അറിയാം മേ ബി നിങ്ങൾ ഒഴിഞ്ഞു മാറാനൊക്കെ നോക്കുന്ന ആളുകളായിരിക്കാം, ആദ്യമൊക്കെ നോക്കിയിട്ടുള്ള ആളുകളായിരിക്കാം, ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിയായിട്ട് തന്നെ നിങ്ങളെ കൊണ്ടെത്തിച്ചതായിരിക്കാം, അട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് കാല് പിടിച്ച്, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് വട്ടം നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ അട്രാക്റ്റഡ് ആയിട്ടുണ്ടാകാം. അങ്ങനെയായിരിക്കാം ഈ റിലേഷൻഷിപ്പിലോട്ട് തന്നെ നിങ്ങൾ വന്നിട്ടുള്ളത്. ഈ വ്യക്തി ആയിരിക്കാം നിങ്ങളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാകുക, അല്ലെങ്കിൽ ഈ വ്യക്തി ആയിരിക്കാം ആദ്യം നിങ്ങളോട് പ്രണയം പറഞ്ഞിട്ടുണ്ടാകുക. ഓക്കെ, സോ ഈ വ്യക്തിക്ക് അത്രമാത്രം നിങ്ങൾ പ്രഷ്യസ് ആണ്, അല്ലെങ്കിൽ അത്രമാത്രം നിങ്ങളിൽ ഈ വ്യക്തിക്ക് ഒരു സ്നേഹം, അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം ഇപ്പോൾ വാല്യൂ ചെയ്യുന്നു എന്നതാണ് ഈ കാണിച്ചു തരുന്നത്. അതായത് ഈ വ്യക്തിക്ക് അറിയാം നിങ്ങളെ മിസ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ നിന്നും പോയി കഴിഞ്ഞാൽ ഈ വ്യക്തി ഒന്നുമല്ല. സോ നിങ്ങളെയും കൂടി ഈ വ്യക്തിയുടെ ലൈഫിലേക്ക്, ഈ പ്രോബ്ലംസിന്റെ ഇടയിലോട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചതിൽ ഈ വ്യക്തി ഒരുപാട് ഇപ്പോൾ വിഷമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളെ ഒരിക്കലും ഞാൻ കാണാതിരുന്നിരുന്നെങ്കിൽ നിനക്ക് ഇത്രയും വേദന ഉണ്ടാകില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ എം വെയിറ്റിംഗ് ഫോർ യു. അതായത് ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ വ്യക്തി മേ ബി നിങ്ങൾ ഈ വ്യക്തിയെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളാണ് ഇപ്പോൾ കോണ്ടാക്റ്റിൽ വരാത്തതെങ്കിൽ ഈ വ്യക്തി അതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഒരു ഡിവൈൻ ടൈമിംഗ്, കാരണം നമുക്കിവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് ഡിവൈൻ ടൈമിംഗ് ആയിരുന്നു കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുമ്പോൾ ഓവറോൾ എനർജി ആണ്. സോ ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ഡിവൈൻ ടൈം വന്നപ്പോഴാണ് ഈ ഒരു ചേഞ്ചസ് ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ ഒരു ഡിവൈൻ ടൈമിങ്ങിലാണ് നിങ്ങൾക്ക് ഈ ചേഞ്ചസ് ഒക്കെ കാണാൻ സാധിക്കുക. സോ ഡെഫിനറ്റ്ലി ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ വ്യക്തിയിൽ ഇങ്ങനെ ഒരു ചേഞ്ചസ് കാണാൻ സാധിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ ഒരുപാട് വെയിറ്റിംഗ് ചെയ്തിട്ടുണ്ടാകാം, വെയിറ്റിംഗ് എനർജി ഈ റിലേഷൻഷിപ്പിൽ കാണിച്ചിട്ടുണ്ടാകാം. സോ ആ ഒരു ഡിവൈൻ ടൈമിംഗ് അപ്രോച്ച് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളിലേക്ക് വരും, അല്ലെങ്കിൽ ഈ വ്യക്തി ആ ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ എം അഫ്രൈഡ് ഓഫ് കമ്മിറ്റ്മെന്റ്. മേ ബി റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെന്റ് തരാൻ ചിലപ്പോൾ ഈ വ്യക്തി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചില ആളുകൾക്കെങ്കിലും സാധിക്കുന്നുണ്ടാകില്ല, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ലൈഫിൽ അത്രമാത്രം പ്രോബ്ലംസ് ഉണ്ടാകാം, അത്രമാത്രം ഈ വ്യക്തിക്ക് ഒരുപാട് രീതിയിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം കാരണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ സെൽഫായിട്ട് ലവ് ചെയ്യേണ്ടുന്ന ഒരു സമയമായിരിക്കാം. അതായത് കരിയറിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അതായത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് മാത്രമേ നിങ്ങളെ ഈ വ്യക്തിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളായിരിക്കാം. അതായത് മേ ബി നിങ്ങളുടെയും ഈ വ്യക്തിയുടെയും ഫാമിലീസിന്റെ ഇടയിൽ ഒരു സപ്പോർട്ട് ഇല്ലായ്മയോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വ്യക്തിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ജോബ്, കരിയർ ഒന്നും ഇപ്പോൾ ഇല്ലായിരിക്കാം. സോ അതിലൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, നിങ്ങൾക്കൊരു പ്രോസ്പെറസ് ആയിട്ടുള്ള ലൈഫ് തരണം. അതിനൊരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ലൈഫ് തരാനും, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മോശമായിട്ട് ഒരുപാട് സിറ്റുവേഷൻസ്, ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനൊക്കെ കാണേണ്ടി വന്നിട്ടുണ്ടാകാം. സോ ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ ഒരു ചേഞ്ച് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഡിവൈൻ ടൈമിംഗ് വരണമെന്ന് ഈ വ്യക്തി വിചാരിക്കുന്നുണ്ട്. മേ ബി ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കാം. ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഈ വ്യക്തിയിൽ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഒരു ഹീലിംഗ് ഈ വ്യക്തിയിൽ നടക്കുന്നുണ്ട്. ഈ വ്യക്തി കുറച്ചും കൂടി ഒരു സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകാം.
നെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജ് ഐ വാണ്ട് ടു ഹോൾഡ് യു. അതായത് മേ ബി ഈ വ്യക്തി നിങ്ങളെ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ട് നല്ല നിമിഷങ്ങൾ, പ്രണയ നിമിഷങ്ങളൊക്കെ ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളെ എത്രയും പെട്ടെന്ന് ഈ വ്യക്തിയുടെ ലൈഫിന്റെ ഒരു ഭാഗമാക്കണം. അല്ലെങ്കിൽ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്, എന്തെങ്കിലും സെപ്പറേഷൻ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒരു സമയമാണെങ്കിൽ അതിൽ നിന്നുമൊക്കെ മാറി നിങ്ങളെ ഈ വ്യക്തിയുടെ ലൈഫിന്റെ ഭാഗമാക്കണം. നിങ്ങളെ എത്രയും പെട്ടെന്ന് ഒന്ന് വന്ന് കാണണം, നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിലാകണം എന്ന് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. നെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജ് ഐ വാണ്ട് ടു മാരി യു വൺ ഡേ. അതായത് മേ ബി ചില ആളുകൾക്ക് നിങ്ങൾ ലവേഴ്സ് ആണ് എങ്കിൽ ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ കല്യാണം കഴിക്കണം, നിങ്ങളുമായിട്ട് ഒരു വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മാരീഡ് ആയിട്ടുള്ള ആളുകളാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണ് എങ്കിൽ ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഒരു വിവാഹ ജീവിതം കൂടുതൽ കൂടുതൽ മനോഹരമാക്കണം, കൂടുതൽ ദൃഢമാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഇവിടെ കുറച്ചു പേരെങ്കിലും മാരേജിനോ കമ്മിറ്റ്മെന്റിനോ അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്നുമുള്ള ഒരു പ്രോപ്പർ റെസ്പോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ വ്യക്തിക്കും അത് തീർച്ചയായും ആഗ്രഹമുണ്ട്. മേ ബി ചില ഇഷ്യൂസ് കൊണ്ടോ അല്ലെങ്കിൽ ഫാമിലി ചിലപ്പോൾ സമ്മതിക്കാത്തത് കൊണ്ടോ, അതായത് ഫാമിലിയുടെ ഒരു ട്രസ്റ്റ് ഒക്കെ നേടിയെടുക്കേണ്ടുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. അതായത് ഞാൻ പറഞ്ഞ പോലെ ഈ വ്യക്തിക്ക് ഒരു ജോബിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷനിലോ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത സമയമായിരിക്കാം. സോ അങ്ങനെ ഒരു കണ്ടീഷനിൽ നിന്നുകൊണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫാമിലി ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. സോ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളെ പ്രോപ്പർ ആയിട്ട് തന്നെ കെയർ ചെയ്ത് അല്ലെങ്കിൽ ഒരു മാരേജ് ആയിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം. അല്ലെങ്കിൽ നിങ്ങളെ എത്രയും പെട്ടെന്ന് ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അതിനൊരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് ആണ് ഈ വ്യക്തി ഇപ്പോൾ നടത്തുന്നത്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ ഡോണ്ട് ഡിസയർ എനി വൺ ദ വേ ഐ ഡിസയർ യു. അതായത് ഈ വ്യക്തി പറയുന്നത് ഞാൻ നിന്നെ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ നിന്നെ നേടാനായിട്ട് ഞാൻ എത്ര തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നു അത്രയും ഞാൻ മറ്റൊന്നിനും അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടും ആഗ്രഹിച്ചിട്ടില്ല. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങളോടുള്ള ഒരു സീരിയസ് ലവ് അല്ലെങ്കിൽ സീരിയസ് അപ്രോച്ച് ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അത്രയും നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്രത്തോളം ഡീപ്പായിട്ട് തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട്, നിങ്ങളോടുള്ള ഫീലിങ്സ് ഉണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത്. ലാസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജ് ഐ വാണ്ട് ടു ടോക്ക് ടു യു ബട്ട് ഐ എം ജസ്റ്റ് സ്കേർഡ്. അതായത് ഈ വ്യക്തി പറയുന്നു എനിക്ക് നിന്നോട് സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ ഞാൻ ഭയപ്പെടുന്നുണ്ട്. മേ ബി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അംഗീകരിക്കില്ലേ, അല്ലെങ്കിൽ ഈ വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു പോയത് ഇപ്പോഴും നിങ്ങൾക്ക് വളരെ വിഷമത്തോടെ നിങ്ങൾ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മേ ബി നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോയോ, അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും ഈ വ്യക്തി അക്സെപ്റ്റ് ചെയ്യുമോ, അങ്ങനെയുള്ള ഒരുപാട് കൺസേൺസ് അല്ലെങ്കിൽ ഒരുപാട് ഭയം, ഒരുപാട് ഫിയർ ഈ വ്യക്തിയുടെ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ മടിക്കുന്നത്. ഓക്കെ, ഡെഫിനറ്റ്ലി ഇവിടെ ഈ വ്യക്തിയിൽ നിങ്ങളോടുള്ള പ്രണയം അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെന്റിന്റെ ഒരു എനർജിയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗിൽ എനിക്ക് കാണാൻ സാധിച്ചത്. ഈ റീഡിംഗ് ഒരു ജനറൽ റീഡിംഗ് ആണ്. സോ എല്ലാവർക്കും ഒരുപോലെ റെസിനേറ്റ് ആകണമെന്നില്ല. നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ എനർജീസ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഒരു കംബാക്ക് ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സൺ ഹീൽഡ് ആയിട്ട് വരുന്നുണ്ട് എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ടും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഒരു റീയൂണിയൻ, റീകൺസിലേഷൻ, ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ മാറി നിങ്ങൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുമെന്ന് നിങ്ങൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്, ഓക്കെ, പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതൊരു കമന്റ് ആയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ആ ഒരു എനർജി നിങ്ങൾ ക്ലെയിം ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ലപോലെ വരുമെന്ന് പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അത് ഡെഫിനറ്റ്ലി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കേണ്ടുന്ന കാര്യമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു ടുഗദർനെസ് നിങ്ങൾക്ക് നിങ്ങളുടെ പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻസിലൂടെ അല്ലെങ്കിൽ നല്ല പോലെ നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾക്കത് നേടിയെടുക്കാവുന്ന കാര്യമാണ്. നിങ്ങൾ പോസിറ്റീവായിട്ട് വിശ്വാസപൂർവ്വം നിങ്ങൾ വിശ്വസിക്കണം. അല്ലാതെ നിങ്ങൾ മനസ്സിൽ ഒരു ഡൗട്ട് വെച്ചുകൊണ്ട് ഒരിക്കലും മാനിഫെസ്റ്റ് ചെയ്യരുത്. നല്ല പോലെ വിശ്വാസം അർപ്പിച്ച് മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചസ് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ റീഡിംഗിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. സോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഹരേ കൃഷ്ണ.